ഇന്ന് അടിപൊളി ടേസ്റ്റിൽ അതും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചായക്കടി ഉണ്ടാക്കിയാലോ. അടിപൊളി ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല. ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനാവശ്യമായത് ഞാൻ എടുത്തതെന്ന് വെച്ചാൽ 2 ഉരുളക്കിഴങ്ങാണ്. ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് 5 വിസിൽ വരെ വേവിച്ചെടുക്കണം. എന്നാലേ നല്ലോണം നമുക്ക് വെന്ത് കിട്ടുമേ. പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 2 മുട്ടയാണ്. അത് പുഴുങ്ങിയതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് ഉതിർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് തന്നെ നമുക്ക് കിട്ടണം. അതാണ്. ഇപ്പം നമ്മൾ മുട്ടയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായി ഇതിലേക്ക് നമുക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു ഉള്ളി ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യമായത് 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് മല്ലിയില, കറിവേപ്പില. നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. പിന്നെ ചെറിയ പീസ് ഇഞ്ചി ചതക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ഗരം മസാല പൗഡർ, ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങിന് ഉപ്പിട്ടുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് കൈവച്ച് തന്നെ കുഴച്ച് കൊടുക്കണേ. നമ്മൾ സ്പൂൺ കൊണ്ട് കുഴച്ചാലൊന്നും ഇത് മിക്സ് ആവില്ല, അതുകൊണ്ടാണ്. ഇനി ഇത് നന്നായിട്ട് നമ്മുടെ മസാലയും ഇതൊക്കെ മിക്സ് ആകുന്ന രൂപത്തിൽ ഏകദേശം ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോഡലാക്കണമെങ്കിൽ അതുപോലെ ആക്കിയെടുക്കാം. പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാവ് റെഡിയാക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ കടലപ്പൊടിയാണ് എടുത്തത്. ഇനി 1 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കണം. വെള്ളം എന്ന് വെച്ചാൽ കുറേശ്ശെ ഒഴിച്ച് ഇളക്കി കൊടുത്താൽ മതിയേ. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ജാസ്തി ആയിപ്പോയാൽ നല്ല ലൂസായിപ്പോവും. അതുകൊണ്ട് അധികം ടൈറ്റും അധികം ലൂസും അല്ലാത്ത വിധമാണ് നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. ഒന്നാമത് കടലപ്പൊടി ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ആ കട്ടകളൊക്കെ പോകുന്ന രൂപത്തിൽ ഇളക്കിയെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട്. നല്ലോണം എണ്ണ തിളച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമ്മുടെ ഈ മാവിൽ നല്ലോണം ഇതുപോലെ മുക്കിയതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നും നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ഇളം ബ്രൗൺ കളറാകുന്ന വരെയാണ്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതുപോലെ ആയതിന് ശേഷമാണ് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾക്ക് എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്തതും കൂടി ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ ഒരു വെറൈറ്റി ചായക്കടി റെഡിയായി കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. ഇതുപോലുള്ള നല്ല പുതിയ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.